പുള്ളിയുടെ ഏറ്റവും വലിയ പ്രശ്നം പുള്ളി ഒരു വിഡ്ഢിത്തരം പറയുന്നതിലല്ല, ഈ പറയുന്ന വിഡ്ഢിത്തരത്തിന് പുള്ളി കൊടുക്കുന്ന ഉപമയാണ് ഏറ്റവും വലിയ അപകടം. ഈ മൈത്രേയൻ്റെ ഒരു 50% കാര്യങ്ങളോട് ഞാൻ യോജിപ്പാട്ടോ. മൈത്രേയൻ പറയുന്ന പൊളിറ്റിക്സ് ഭയങ്കര ബോധതലത്തിൽ ഉയർന്ന പൊളിറ്റിക്സാണ്. മൈത്രേയൻ ചില വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ബോധതലത്തിൽ ഉയർന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ബോധതലത്തിൽ ഒരുപാട് ഉയർന്നവർക്ക്, ഞാൻ ബോധതലത്തിൽ അങ്ങ് ഉയർന്ന ആളെന്ന അർത്ഥത്തിലല്ല, ആ ചില പൊളിറ്റിക്കലി അയാൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ നാടിനെ ഇല്ലാതാക്കി തീർക്കുന്ന വിമുക്തമായ അല്ലെ വിമുക്തമല്ല വിഷമുക്തമായ അപകടങ്ങൾ പുള്ളിയുടെ വാക്കുകളിലുണ്ട്. അതിലൊന്നാണ് അദ്ദേഹം ഈ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത്. കാരണം ഓരോ പ്രായത്തിലും തലച്ചോറിൻ്റെ വികാസവും ചിന്തകളുടെ ആഴവും പരപ്പുമൊക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. രോഹൻ്റെ 15ാമത്തെ വയസ്സിൻ്റെ മാനസികാവസ്ഥയല്ലായിരിക്കും രോഹൻ 20 വയസ്സ് 25 വയസ്സിലെത്തുമ്പോൾ. അത് പ്രായം കഴിയും തോറും നമ്മൾ സട്ടിലായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഹോർമോൺസും ഇത് സയൻസ് ആണല്ലോ. നമ്മുടെ ചിന്ത അതാണ് ആക്ച്വലി ഈ തന്ത വൈബ് എന്നൊക്കെ ആയി വരുന്നത്. നമ്മുടെ ഈ വൈബാക്കുന്നത് ആരാണ്? നമ്മുടെ ഹോർമോൺസ് ആണ്. അഡ്രിനാലിൻ റഷൊക്കെ നമുക്ക് കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒന്ന് സെർട്ടിലാവും ബോഡി. അപ്പോൾ നമുക്ക് പല ആഘോഷങ്ങളൊക്കെ സത്യത്തിൽ സൃഷ്ടിക്കുന്നത് ഹോർമോൺസ് ആണ്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യരെല്ലാം വ്യത്യസ്ത തലത്തിലാണെന്ന് തിരിച്ചറിയാതെ എല്ലാവരും എന്നെപ്പോലെ ചിന്തിക്കണം എന്ന് ചിന്തിക്കുന്നിടത്താണ് മൈത്രേയൻ്റെ കുഴപ്പം. ഇപ്പം അദ്ദേഹം ജനകീയ കോടതിയിൽ വന്ന് ചർച്ചയ്ക്കിരുന്നു. ഒരു ഇച്ചിരി മയക്കുമരുന്ന് അടിച്ചിട്ട് വന്ന് ചർച്ചയ്ക്ക് ഇരിക്കാൻ ചോദിക്കും പുള്ളിയെടുത്ത്. ഹാഷ്മിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് മൈത്രേയനെ അവിടുന്ന് പൂട്ടിക്കെട്ടിയാൻ പറഞ്ഞു വിട്ടാണ്. ഹാഷ്മിക്ക് കൗണ്ടർ സംസാരിക്കാൻ അറിയാത്തതിൽ പറ്റിയ പാളിച്ചയാണ്. H2SO എന്ന് പറയുന്നതും നമ്മളെ മറ്റേന്താ മയക്കുമരുന്ന് കെമിക്കലാണ്. MDMA കെമിക്കൽ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി വെള്ളം കെമിക്കൽ അല്ലേ, H2O കെമിക്കൽ അല്ലേ. ഇത് കെമിക്കലാണ്. ഈ ലോകത്തുള്ള എല്ലാം കെമിക്കലാണ്. എല്ലാ ഓർഗാനിക് ബോണ്ടിങ്ങിലൂടെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള എല്ലാം. പക്ഷേ അത് ഗുണമാണോ ദോഷമാണോ? ഇത് ശരീരത്തിലേക്ക് ചെല്ലുമ്പം ഇത് ഏത് രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നു? ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ് ആണോ MDMA കഴിച്ചാൽ ഉണ്ടാകുന്നത്? അതിനാണല്ലോ ഈ ക്ലിനിക്കൽ സ്റ്റഡീസും ലോക മരുന്ന് കമ്പനികളൊക്കെ ഈ മരുന്ന് കണ്ടുപിടിച്ചിട്ട് വർഷങ്ങളോളം ക്ലിനിക്കൽ ട്രയൽസ് നടത്തി, ക്ലിനിക്കൽ ട്രയൽസ് ചെയ്തതിന് ശേഷം ഗിനിപ്പന്നികളെ പരീക്ഷിച്ച് മനുഷ്യരിൽ പരീക്ഷിച്ച് അത് 3 വർഷമോ 5 വർഷമോ നിരീക്ഷിച്ച് ഇത് എങ്ങനെ ശരീരത്തിൽ പ്രതിപ്രവർത്തിക്കുന്നു തിരിച്ചറിഞ്ഞും വർഷങ്ങളുടെ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു മരുന്ന് കമ്പനി ഒരു മരുന്ന് പോലും ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയ മരുന്ന് ഇവിടുന്ന് പിൻവലിച്ചിട്ടുണ്ട്. ഒരു മരുന്നുണ്ടാക്കുന്നത് വർഷങ്ങളുടെ ക്ലിനിക്കൽ ട്രയലുകളും സ്റ്റഡികളും കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു മരുന്ന് എത്രയോ മരുന്നുകൾ ഇവിടുന്ന് പിൻവലിച്ചു. നമ്മുടെ ശരീരത്തിന് ഇത് ദോഷകരമായി ബാധിക്കുന്നു. എത്രയോ മരുന്നുകൾ ഗൂഗിളിൽ അടിച്ചു നോക്കൂ, എത്രയോ മോളിക്യൂളുകൾ ഈ രാജ്യത്ത് നിന്ന് പിൻവലിച്ചു. അപ്പോൾ ഇത് ഉപയോഗിച്ചവൻ്റെ അവസ്ഥ. സയൻസിൻ്റെ പണിയായത്. സയൻസ് ഒരിക്കൽ ശരിയെന്ന് പറഞ്ഞത് കാലങ്ങൾക്ക് ഇപ്പുറം തെറ്റാന്ന് പറഞ്ഞു. അങ്ങനെ അത് പിൻവലിച്ചു. അപ്ഡേഷൻസ് നടക്കുന്ന സമയത്ത് തങ്ങൾ മുമ്പ് കൊണ്ടുവന്നതിനകത്ത് തെറ്റുകളുണ്ടെന്നും അതൊരു മനുഷ്യരാശിക്ക് ദോഷമുണ്ടെന്ന് പറഞ്ഞു. മറ്റേ ഇനി ഇയാളുടെ ഓരോ കാര്യം പറഞ്ഞാൽ ഞാൻ പറയാം കേട്ടോ, ഞാൻ മറന്നുപോയിട്ടുള്ളത്. ഇങ്ങനെ കുറേ വിവരക്കേടുകൾ വെച്ച് കത്തിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അതിർത്തികളില്ലാത്ത ലോകത്തെ കുറിച്ച് പുള്ളി സ്വപ്നം കാണുന്നുണ്ട്. അപ്പം പുള്ളി അതിനകത്ത് പറയുന്നുണ്ട് ഇവിടെ യുദ്ധങ്ങളെ, നമ്മുടെ തിരുവിതാംകൂർ ഒന്നിച്ചില്ലേ, മറ്റേത് ഒന്നിച്ചില്ലേ, കൊച്ചി ഒന്നിച്ചില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. കൊച്ചി രാജ്യം കൊച്ചിയും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ലേ. ഇവിടെ നിന്ന് പഞ്ചാബ് വരെയുള്ള ആയിരക്കണക്കിന് യുദ്ധങ്ങൾ ഉണ്ടാവേണ്ട യുദ്ധങ്ങളില്ലാതെ എന്നുള്ളതാണ് പറയുന്നത്. പുള്ളിയുടെ വീട്ടിൽ മതിലുണ്ട്. ലോകത്ത് അതിർത്തികളൊക്കെ ഇല്ലാതാവണം, പക്ഷെ സ്വന്തം വീട്ടിൽ മതിൽ കിട്ടി വയ്ക്കും. അതുകൊണ്ടാ ഞാൻ തമാശയായിട്ട് പറഞ്ഞതാ. ഈ അല്ല അപ്പൊ ഇത് ഈ നമ്മുടെ ഈ രാഷ്ട്രസങ്കല്പങ്ങളിൽ രാഷ്ട്രങ്ങൾക്ക് അതിർത്തി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്തിനാണെന്നും ഈ പുള്ളി ചിന്തിക്കുന്നത് ലോകം ഒറ്റ ലോകമായി മാറണം, മനുഷ്യരെല്ലാം മൃഗങ്ങളായി മാറണം. കാരണം പുള്ളി പറയുന്നത് എന്താണെന്നറിയാമോ? വിവാഹം സങ്കല്പം ഇതൊന്നും പാടില്ല. അച്ഛൻ മകൾക്ക് ഗർഭം ഉണ്ടാക്കി കൊടുക്കണം, അച്ഛൻ അമ്മയ്ക്ക് ഗർഭം, അതായത് മകൻ അമ്മയ്ക്ക് ഗർഭം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഒരു കാലം ഉണ്ടാവണം. കാര്യം അമ്മ എന്ന് പറഞ്ഞാൽ മൈത്രേയനെ സംബന്ധിച്ച് സ്ത്രീ മാത്രമാണ്. മകളെന്ന് പറഞ്ഞാൽ മൈത്രേയനെ സംബന്ധിച്ച് സ്ത്രീ മാത്രമാണ്. മൈത്രേയൻ്റെ കാഴ്ചപ്പാടിൽ കേരളത്തിൽ 2 വിഭാഗമേ ഉള്ളൂ, പുരുഷനും സ്ത്രീയും. ബാക്കിയെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ്. കുടുംബം നമ്മൾ ഉണ്ടാക്കിയതാണ്. ആര് പറഞ്ഞു ഉണ്ടാക്കാൻ? പട്ടിക്കും പൂച്ചയ്ക്കും ഉണ്ടോ കുടുംബം? പട്ടിയും പൂച്ചയും ആടുമൊക്കെ തന്നെ പിള്ളേരെ ഉണ്ടാക്കിയിട്ടിട്ട് അതേ അവരുമായിട്ട് രമിച്ച് അത് വീണ്ടും കുട്ടികളുണ്ടാക്കാൻ അവർക്കറിയത്തില്ല, വിവേചന ശേഷിയില്ല. അതുകൊണ്ട് തന്നെ അമ്മ ഏതാ അച്ഛൻ ഏതാന്ന് പറഞ്ഞ മാനസിക ബോണ്ടിങ് പലപ്പോഴും മൃഗങ്ങൾക്ക് നമ്മൾ കാണാമെങ്കിലും, വൈകാരികമായിട്ടുള്ള സ്നേഹം കാണാമെങ്കിലും ഇത്തരം തിരിച്ചറിവില്ല. അപ്പോൾ മൈത്രേയൻ പറയുന്നത്, ഞാൻ പറയുന്നത് മൈത്രേയൻ അങ്ങനെ ചെയ്ത് കാണിക്കണം. നമ്മളൊന്നും സമൂഹത്തോട് പറയുകയല്ല വേണ്ടത്, നമ്മളിത് ചെയ്ത് കാണിക്കണം. ആണും പെണ്ണുമാണ് ഈ സമൂഹത്തിലുള്ളതെങ്കിൽ ആ ആണും പെണ്ണും എന്ന കാഴ്ചപ്പാടിലൂടെ തന്നെ അദ്ദേഹത്തിന് അപ്പോൾ അവിടെ മകളില്ല, അദ്ദേഹത്തിന് അമ്മയില്ല, അങ്ങനെ സങ്കല്പ് കാര്യം മനുഷ്യനുണ്ടാക്കിയതല്ലേ. കുടുംബം എന്ന് പറയുന്നത് ആരോ ഒരുത്തം ഉണ്ടാക്കി വെച്ചല്ലേ. അല്ലെങ്കിൽ വഴിനീളം നടന്നങ്ങ് ഗർഭം ഉണ്ടാക്കി കൊടുത്താൽ പോരെ. ആണിനെ സംബന്ധിച്ച് എളുപ്പമുള്ള പരിപാടിയാണല്ലോ ഇത്.
അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് നടക്കുന്ന ഒരു വിശാലമായ ലോകം സൃഷ്ടിക്കപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് പുള്ളി. അത് നടക്കാത്തതിൻ്റെ ഫ്രസ്ട്രേഷനാണ് പുള്ളി ഈ ഇങ്ങനെ വന്നിരുന്നോട്ട് സംസാരിക്കുന്നത്. അത് കിട്ടിയ പുള്ളിക്ക് ഭയങ്കര ഹാപ്പി ആട്ടോ എനിക്ക് തോന്നുന്നത്. പിന്നെ അയാൾ പറഞ്ഞിട്ടുള്ളത് ഇത്തരം ബന്ധങ്ങൾ എന്നുള്ള രീതിയിലേക്ക് അതിൽ ഇത്തരം ചങ്ങലകൾ ആവശ്യമില്ല. ഹാഷ്മി ചോദിച്ചപ്പോൾ പറയുന്നു ഞാൻ വിശ്വാസമുള്ള ആളല്ല, വിവരമുള്ള ആളാണെന്ന്. ദൈവവിശ്വാസമുള്ള ആളല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. വിശ്വാസമുള്ള ആളല്ലെന്ന് പറഞ്ഞാൽ ഇയാൾ എങ്ങനെ ഈ ഭൂമി ജീവിക്കും? ഒരുത്തൻ അയാൾ 500 രൂപ കടം മേടിച്ചുകൊണ്ട് പോയി, തിരിച്ചു തരുമെന്നുള്ളത് വിശ്വാസമല്ലേ ഉള്ളൂ. വിശ്വാസം എന്ന് പറയുന്നതും വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ പറഞ്ഞത് ഞാൻ വിശ്വാസമേ ഇല്ലാത്ത ആളാണ്. വിശ്വാസമേ ഇല്ലാത്ത ആളാണ് വിവരമുള്ള. ഞാൻ വിവരമുള്ള ആളാണ്, വിശ്വാസം എനിക്കില്ല. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഈ പാമ്പ് പൊട്ടി വീഴത്തില്ലെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് അടി കിടന്നുറങ്ങുന്നത്. ഈ കിടക്കുന്ന ഫ്ലാറ്റ് ഇടിഞ്ഞു കൂത്തി വീഴത്തില്ലെന്ന് ഭൂകമ്പം, അതാ വിശ്വാസം. മുല്ലപ്പെരിയാർ പൊട്ടത്തില്ലെന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് കേരളത്തിലെ ആൾക്കാർ കഴിയുന്നത്. അല്ല സയന്റിഫിക്കലി പലതും പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദൈവവിശ്വാസമാണെങ്കിൽ യഥാർത്ഥ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവവിശ്വാസത്തെക്കുറിച്ച് ആക്ഷേപിക്കുകയോ ദൈവത്തെ എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെ പരിഹസിക്കുകയോ അല്ല. മൈത്രേയൻ ഇപ്പോഴും ദൂരദർശനിലെ സീരിയലിൽ നിൽക്കുക. കാര്യം പുള്ളി പണ്ട് സീരിയലിൽ നിന്ന് കണ്ടു. അപ്പോൾ നോക്കിയപ്പോൾ കൃഷ്ണൻ വന്ന് ഇങ്ങനെ കയ്യിൽ നിന്ന് പ്രകാശമൊക്കെ വിട്ട് പാഞ്ചാലിക്ക് ഇതൊക്കെ കൊടുക്കുന്ന കണ്ടു. അങ്ങനെ ഒരു ദൈവത്തെയും പുള്ളി കണ്ടിട്ടില്ല. മറ്റേ മലയൊക്കെ ഇങ്ങനെ ചുമന്ന് കൊണ്ട് നടക്കുന്ന കൃഷ്ണനെ ശിവനെയൊക്കെ പുള്ളി കണ്ടത്. അപ്പം പുള്ളി, ഞാൻ പറയുന്നത് മൈത്രേയൻ ബാലരമയൊക്കെ വായിക്കുന്നത് നിർത്തി ഈ മറ്റേ ദൂരദർശൻ കാണുക, പഴയ ദൂരദർശനിൽ നിന്നൊക്കെ ഇനി പുറത്തേക്ക് ചാടി ഇപ്പുറത്ത് വരണം. എന്നിട്ട് യഥാർത്ഥ ക്ഷേത്ര സങ്കല്പവും യഥാർത്ഥ ഈശ്വര സങ്കല്പവും എന്താണെന്ന് തിരിച്ചറിയണം. കുറഞ്ഞ പക്ഷം ശബരിമലയിൽ പോകുന്ന ഓരോവനും അവിടെ ചെല്ലുമ്പം കാണുന്ന കാഴ്ച എന്താണെന്നറിയണം. എന്താണ് ഹൈന്ദവ മതം, സനാതന ധർമ്മം ഓരോ ഹിന്ദുവിനോടും ഓരോ ഭാരതീയനോടും പറയുന്നത് എന്താണെന്ന് മൈത്രേയൻ പഠിക്കണം. മൈത്രേയൻ ഇത് പഠിച്ചു കഴിയുമ്പോൾ മൈത്രേയന് മനസ്സിലാവും, താനീ അലഞ്ഞു നടന്ന് ചെന്ന് കയറുമ്പോൾ അവിടെ എഴുതി വെച്ചേക്കുന്നു അത് നീയാകുന്നു. തത്വമസി. 41 ദിവസം വ്രതമെടുത്ത് കാടും മലയും താണ്ടി നീ ആരെ കാണാൻ വേണ്ടിയാണോ ഇവിടെ വന്ന് കയറിയേക്കുന്നത്, ആ ഈശ്വരൻ നീ തന്നെയാണ്. നീ ആരെ അന്വേഷിച്ച് നടന്നോ ആ ഈശ്വരൻ നീ തന്നെയാണ്. നിന്റെ ശരീരത്തിനുള്ളിലാണ് ഈശ്വരനും മനുഷ്യനും ഒക്കെ ഉള്ളത്. നീ തന്നെയാണ് നന്മയും നീ തന്നെയാണ് തിന്മയും. ഈ തിരിച്ചറിവുണ്ടാകണമെങ്കിൽ സമയമെടുക്കും. അവിടാണ് നമ്മൾ കുട്ടിക്കാലത്ത് തൊട്ട് നമ്മൾ പഠിപ്പിച്ച് വന്ന് പതിയെ ഈ ബോധതലത്തിലേക്ക് നമ്മൾ ഒരുവനെ എത്തിക്കുകയാണ് വേണ്ടത്. ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യ ശരീരത്തിൻ്റെ പ്രമാണാകൃതിയിലാണെന്ന് ഞാൻ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. ഒരു ക്ഷേത്രമെന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യ ശരീരമാണ്. നീ അകത്തേക്ക് കയറി ചെല്ലുന്നത് നിൻ്റെ തന്നെ ശരീരത്തിനുള്ളിലേക്കാണ്. അടിസ്ഥാനപരമായി ഒരുവനെ സ്വയം തിരിച്ചറിയാൻ, അവൻ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈശ്വര സങ്കല്പങ്ങളല്ലാതെ ഒരു ദൈവം വന്നിരുന്ന് പ്രകാശം വിട്ടോ, ദൈവം വന്നിരുന്നിട്ട് അത്ഭുതം. അതുകൊണ്ടാണ് പുള്ളി ചോദിക്കുന്നത് ഈ ദൈവം എവിടെ പോയെന്ന്. ദൈവത്തിൻ്റെ പണി സുനാമി വന്നവരെ രക്ഷിക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ രോഹന് മുന്നോട്ട് പോകണം. രോഹന് മാനസികമായിട്ട് കരുത്തില്ല. രോഹന് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് രോഹൻ്റെ സ്വയം ഒരു തോന്നൽ രോഹനിലേക്ക് സൃഷ്ടിക്കപ്പെടുകയാണ്. ഞാൻ അധികം ക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരാളല്ല. പക്ഷെ ആ തോന്നലുകൾ വിശ്വാസം നമ്മളന്നേരം എന്താ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ദൈവത്തെ പരിഹസിക്കുകയല്ല, എന്താണ് യഥാർത്ഥ ഈശ്വര സങ്കല്പമെന്ന് ഓരോ മനുഷ്യനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ തോന്നലുകളിൽ പോലും ഇത്തരം വിശ്വാസങ്ങളിലൂടെ തന്നെയല്ല നമ്മൾ നയിക്കുന്നത് അല്ലെ. ഇപ്പൊ ഒരാൾ നേരത്തെ പറഞ്ഞ ഒരു ആപത്ഘട്ടത്തിൽ രക്ഷിക്കുന്നുള്ള ദൈവം. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഏറ്റവും അടുത്ത് നമ്മൾ കണ്ട ഇതാണ് അഹമ്മദാബാദ് അല്ലെ. അതിൽ പോലും ഒരാളാണ് രക്ഷപ്പെട്ടെ. അതിൽ വരെ പറഞ്ഞ ദൈവത്തിന്റെ കരം എന്നാണ് അല്ലെ. അപ്പൊ പറഞ്ഞൊരു കാര്യം യുക്തിവാദികളും മൈത്രേയൻ തിരിച്ചു ചോദിക്കും, 241 പേരെ കൊന്നിട്ട് ഒരുത്തനെ രക്ഷപ്പെടുത്തിയ ദൈവം എന്തൊരു മര്യാദ കെട്ട ദൈവം അവിടെയെന്ന്. അങ്ങനെ ഒരു ദൈവം ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കൂ. ഇവിടെ ആരെയും രക്ഷിക്കാൻ ഒരു ദൈവവും വരത്തില്ല. അവനവന്റെ തോന്നലുള്ള കർമ്മം. ഇപ്പൊ വിശ്വാസത്തിന്റെ നമുക്ക് ഇത്രേ ഓപ്ഷൻ ഉള്ളൂ. നീ നിന്റെ കർമ്മം ചെയ്യുക, ചെയ്യാൻ പറ്റുന്നത് പരമാവധി ചെയ്യുക. കാറ്റായി, മഴയായി, മനുഷ്യരായി, മൃഗങ്ങളായി, മറ്റെന്തെങ്കിലും രൂപത്തിൽ നിന്നെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ എവിടെങ്കിലും വരുന്നതായി നിനക്ക് തന്നെ തോന്നി തുടങ്ങും.